CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒരു കോമാളിയാണ് എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് KE ഇസ്മായിലും അതുപോലെ തന്നെ നിരവധിയായ MLA-മാരും. എന്തിനാണ് ഇങ്ങനെ ആട്ടും തുപ്പും സഹിച്ച് CPM ഇട്ടുകൊടുക്കുന്ന എന്തെങ്കിലും ചിക്കിപ്പറക്കി ജീവിക്കുന്നത് എന്നാണ് ഇപ്പോൾ കൃത്യമായി ബിനോയ് വിശ്വത്തിനെ കുറിച്ച് CPI നേതാക്കൾ ചോദിക്കുന്നത്. ആർജവവും തൻ്റെടവുമുള്ള പ്രസ്ഥാനമാണ് CPI. അവരെ ആക്ഷേപിക്കാൻ CPM-ന് യാതൊരു രീതിയിലുള്ള അർഹതയുമില്ല. CPIM കാണിക്കുന്ന ക്രൂരതകൾ, അവർ കാണിക്കുന്ന പക്ഷപാത രാഷ്ട്രീയം, അതിന് ഒരു മുന്നണി സംവിധാനം എന്ന രീതിയിൽ CPI നേതാക്കൾക്ക് മറുപടി പറയേണ്ട സാഹചര്യമാണ്. CPM രഹസ്യമായും പരസ്യമായും BJP-യെ പലയിടത്തും വളർത്താൻ സഹായിക്കുകയാണ്. അതിന് കാരണവും നിരവധിയാണ്. CPM-ന് എങ്ങനെ പോയാലും അവർക്ക് BJP-യോട് അടിയറോ പറയേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പോൾ CPM-ൽ മൊത്തമുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നാണ് KE ഇസ്മായിൽ അടക്കമുള്ള നേതാക്കൾ ചോദിക്കുന്നത്. നമുക്കറിയാം, പട്ടാമ്പി MLA ആയ മുഹമ്മദ് മുഹ്സിനും അതുപോലെ തന്നെ നാദാപുരത്തെ MLA ആയിരിക്കുന്ന വിജയനും ഒക്കെ കൃത്യമായും ഇപ്പോൾ മുന്നണി വിടുന്നതിനെ പറ്റിയുള്ള ആലോചനയിലാണ്. അവർ കൃത്യമായി പറയുന്നുണ്ട്, ഇടതുപക്ഷത്തിനകത്ത് ഇനി CPI ഇരുന്നാൽ അത് വലിയ രീതിയിൽ നിർജീവമാവും. CPIക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം പോലുമില്ല. അവരുടെ യുവജന സംഘടനയായ ASF-നെ അവഹേളിക്കാനും അതിലെ പല നേതാക്കൾക്കെതിരെ പുലഭ്യം പറയാനുമാണ് SFI-യിലെ ചില തെമ്മാടികൾ ശ്രമിക്കുന്നത്. ആർഷോയെ പോലുള്ളവർ പറഞ്ഞ വാക്കുകൾ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് CPI നേതാക്കൾ പറയുന്നത്. CPIക്ക് വേണ്ടി മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച അരുൺകുമാർ തുറന്നടിച്ച് പറയുന്നു, CPIക്ക് ഇനിയും ഇന്ത്യ മുന്നണിയിൽ തന്നെ നിൽക്കണം എന്ന ആഗ്രഹമാണുള്ളത്. വാസ്തവത്തിൽ CPM അതിനുവേണ്ടി ശ്രമിക്കുകയല്ല. അവർ ഇന്ത്യ മുന്നണിയുടെ എല്ലാ ആനുകൂല്യവും പറ്റി BJP-യുടെ B ടീം ആവാൻ ശ്രമിക്കുകയാണ്. നരേന്ദ്രമോദിയാണ് അവരുടെ റോൾ മോഡൽ. പിണറായി വിജയനെ മുണ്ടുടുത്ത മോദി എന്ന് വെറുതെ പറയുന്നതല്ല, കൃത്യമായി കാതലായ കാരണങ്ങൾ ഉണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ തയ്യാറായി നിൽക്കുന്നതിൻ്റെ എല്ലാ രേഖകളും എല്ലാ രീതിയിലുള്ള തെളിവുകളും ഞങ്ങൾക്ക് പുറത്താണ്. പല ഫോൺ സംഭാഷണങ്ങളും തുറന്നു വിട്ടാൽ ഒരു വലിയ പ്രളയം പോലെ, അഗ്നിപർവ്വതം പോലെ അത് പൊട്ടിത്തെറിക്കും, യാതൊരു സംശയവുമില്ല. ഞങ്ങൾ പരമാവധി സഹിച്ചും കടിച്ചു പിടിച്ചുമാണ് ഇപ്പോഴും ഈ മുന്നണി സംവിധാനത്തിനുള്ളിൽ നിൽക്കുന്നത്. എല്ലാത്തിനും എല്ലാ ക്ഷമയ്ക്കും ഒരു പരിധിയുണ്ട്. അത് ലംഘിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഞങ്ങളെ തേജോവധം ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. KE ഇസ്മായിലും സംഘവും CPI-യെ രണ്ടായി പിളർത്താൻ തയ്യാറായി നിൽക്കുകയാണ്. പന്ന്യൻ രവീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ തുറന്നടിച്ചു. CPM നടത്തുന്നത് വലിയ തോതിലുള്ള BJP പ്രീണനമാണ്. BJP-യാണ് അവരുടെ റോൾ മോഡൽ എന്ന് വ്യക്തമാകുന്ന സാഹചര്യം ഞാൻ തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരുന്നപ്പോൾ കണ്ടതാണ് എന്ന് കൃത്യമായി പന്ന്യൻ രവീന്ദ്രൻ തുറന്നടിച്ചിരിക്കുന്നു.